ഹലോ, എല്ലാവർക്കും സുഖമായിരിക്കുമല്ലോ അല്ലേ? നമ്മൾ ഒത്തിരി ദിവസമായി ഒരു ലോങ് വീഡിയോ ചെയ്തിട്ട് കേട്ടോ. റീൽസൊക്കെ ചെയ്യാറുണ്ടെങ്കിൽ ലോങ് വീഡിയോ ചെയ്യാനുള്ള സമയം കിട്ടാത്തത് കൊണ്ട് ചെയ്യാറില്ലാത്തതാണത്. അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ ചെടികൾ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ചെടികളോട് ഭ്രാന്തുള്ളവർക്കൊക്കെ ഇഷ്ടാവും എന്നുള്ളത് അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പം ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് അറിയാത്തവരുണ്ടെങ്കിൽ അവർക്കൊരു ഉപകാരപ്രദമായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മൾ കുറച്ച് ദിവസം മുന്നേ കലാഞ്ചിയോ എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാന്റിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ പ്ലാന്റ് ഇപ്പം നിങ്ങളെ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ എന്നോട് ദേഷ്യപ്പെടും. കണ്ടോ, നല്ല ഭംഗിയുള്ള ഈ പൂക്കൾ നിറയെ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്ന ഒരു ചെടിയായിരുന്നു അത്. നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിയിട്ട് വന്നപ്പോൾ ഇതിൽ നിറയെ പൂക്കളുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇത് റീപോർട്ട് അപ്പം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇത് ആദ്യമായിട്ട് വാങ്ങുന്നതാണ്. ചെയ്ത് കഴിഞ്ഞ് അത് വല്ല നഷ്ടപ്പെട്ട് പോയാലോ, ഈ പൂവിൻ്റെ ഭംഗി ഫുള്ള് ആസ്വദിച്ചതിന് ശേഷം നമ്മൾ അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇരുന്നതാണ്. ഇപ്പോൾ കണ്ടോ, പൂവൊക്കെ കണ്ടോ, ഓൾമോസ്റ്റ് എല്ലാം കൊഴിഞ്ഞു. ഈ 2 പൂ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി നമ്മൾ റീപോർട്ട് ചെയ്യാണ്ടിരുന്നാൽ ചിലപ്പോൾ ഈ ചെടി മൊത്തമായിട്ട് അതിൻ്റെ വളർച്ച മുരടിച്ചിട്ട് നശിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആ വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. ഇത് നമുക്ക് നഴ്സറിയിൽ നിന്ന് കിട്ടിയ പോട്ടാണ്. അപ്പോൾ നമ്മൾ ഈ പോട്ട് കണ്ടത്, അത് നമ്മൾ അതിൻ്റെ കൂടെ തന്നെ ഇൻഡോറായിട്ട് വാങ്ങിയതാണ്. അപ്പോൾ കലാഞ്ചിയോ നമ്മൾ ഇൻഡോറായിട്ട് വീടിൻ്റെ ഉള്ളിൽ ചെറുതായിട്ട് സൂര്യപ്രകാശം കിട്ടിയ സ്ഥലത്താണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് നമ്മൾ അവിടെ തന്നെ വെക്കാമെന്നുള്ളതിലാണ്. അപ്പോൾ കുറച്ച് പ്രൂണിങ് കാര്യങ്ങളൊക്കെ ചെയ്യണം. കലാഞ്ചിയോ ചെടീനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒത്തിരി വെള്ളം ആവശ്യമില്ലാത്ത, സൂര്യപ്രകാശം ഒത്തിരി ആവശ്യമില്ലാത്ത ചെടിയാണ് കലാഞ്ചിയോ. നമ്മൾ ഒത്തിരി കെയറിൻ്റെ ആവശ്യമില്ല. പക്ഷെ ഓവർ വാട്ടറിങ് ഒക്കെ ചെടീനെ പെട്ടെന്ന് കേടുവരുത്താൻ ചാൻസ് ഉണ്ട്. ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഈ നമ്മുടെ മറ്റേ സക്കുലൻ പ്ലാന്റിൻ്റെ വർഗ്ഗത്തിൽപ്പെട്ട ചെടിയാണ്. അപ്പോൾ ഇതിന് വെള്ളം നമ്മൾ ഒഴിക്കാൻ വൈകിയാൽ പോലും ഇതിൻ്റെ ഈ ഇലകളിൽ സംരക്ഷിച്ച് വെച്ചിരിക്കുന്ന വെള്ളം കൊണ്ട് ഇവർക്ക് ജീവിക്കാൻ, കുറച്ച് ദിവസങ്ങളൊക്കെ ജീവിക്കാനുള്ള കഴിവുണ്ട് കേട്ടോ. പിന്നെ വർഷത്തിൽ ഒരു തവണ മാത്രമാണ് ഇവർ ഫ്ലവർ ചെയ്യുക. ഒരു പ്രാവശ്യം, സീസൺ എന്ന് പറയുന്നത് ഒരു പ്രാവശ്യമാണ്. അല്ലാണ്ട് നിത്യമായിട്ട് പൂക്കൾ തരുന്ന ഒരു ചെടിയല്ല. പക്ഷെ പൂത്ത നല്ല ഭംഗിയാണ്. ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് പൂക്കൾ പോലെ ഒത്തിരി ഭംഗിയുള്ള പൂ ഉണ്ടാവുന്ന ചെടിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് ഡിസംബർ, ജനുവരി, നവംബർ അങ്ങനെ ആ മാസങ്ങളിലാണ് പൂക്കാറുള്ളത്. അതിന് ശേഷം ഇത് റെസ്റ്റ് ആവും. ഈ ഇലകൾ മാത്രമായിട്ടുള്ള ഒരു നോർമൽ ചെടി പോലെ ഇവരിയ്ക്കും. പിന്നെ അഗെയിൻ അവരുടെ സീസൺ വരുന്ന സമയത്താണ് ഇത് പൂക്കാറുള്ളത്. അപ്പം നമുക്ക് ഇതിന് എന്തൊക്കെ വളം കൊടുക്കാമെന്ന് പറഞ്ഞാൽ, അധികവും നമ്മൾ വേറെ NPK പോലത്തെ ഫെർട്ടിലൈസേഴ്സ് കൊടുക്കുന്നതിനെക്കാട്ടിലും ജൈവമായിട്ടുള്ള ഇത് കൊടുക്കുകയാണ് നമുക്ക് നല്ലത് കേട്ടോ. ചാണകപ്പൊടി, ചെറിയ രീതിയിൽ എല്ലുപൊടി, അങ്ങനെയൊക്കെ. അപ്പോൾ നമ്മൾ അതിൽ അങ്ങനത്തെ ഒരു പോട്ടി മിക്സ് തയ്യാറാക്കിയിട്ട് ഇത് പോട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് പ്രൂണിങ് ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇവിടെ ഒരു പോട്ടി മിക്സ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് കാര്യങ്ങളും കൂടെ ആഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പോട്ടി മിക്സ്, നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന പോട്ടി മിക്സ്, കുറച്ച് ചരലുള്ള മണ്ണാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത്. എന്താ വെച്ചാൽ വെള്ളം ഒത്തിരി നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ, കുറച്ച് വെള്ളം വാർന്നു പോകുന്നതാണ് നല്ലത്. അപ്പോൾ ഈ പോട്ടി മിക്സ് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഒരു വലിയ കല്ലൊന്നും വേണ്ട കേട്ടോ. ഇതിൽ എന്തൊക്കെയാണ് നമ്മൾ ചേർത്തിട്ടുള്ളത് എന്ന് വെച്ചാൽ, മിക്സിൽ ഓൾറെഡി നമ്മൾ ഈ പോട്ടി മിക്സ് തയ്യാറാക്കി വെച്ചിട്ടില്ലേ, അതിൽ ഏകദേശം ഇത്രയും കേട്ടോ വേപ്പിൻ പിണ്ണാക്ക് ആഡ് ചെയ്യുന്നുണ്ട്. വേപ്പിൻ പിണ്ണാക്ക് ഇതിൻ്റെ വേരിനോ എന്തെങ്കിലും മണ്ണിൽ നിന്ന് എന്തെങ്കിലും ഇൻഫെക്ഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാണ്ടിരിക്കാനായിട്ടോ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. എന്ത് ചെടി നടുമ്പോഴും നമ്മൾ കുറച്ച് വേപ്പിൻ പിണ്ണാക്ക് ഇങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ്. ഞാൻ ഇത് ഓൾറെഡി ആഡ് ചെയ്തത് കൊണ്ട് ഇതിൽ ആഡ് ചെയ്യുന്നില്ല. അതേപോലെ ഒരു കൈപ്പിടി അളവിൽ നമുക്ക് എല്ലുപൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഞാൻ ഓൾറെഡി ഇട്ട് കൊടുത്തു ഇതിൽ. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു കൈപ്പിടി ചാണകപ്പൊടിയും ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത്, കുറേ പേർക്കൊക്കെ അറിയായിരിക്കും, പെർലൈറ്റ് എന്നാണ്. വേണ്ട, നമ്മുടെ തെർമോക്കോൾ ബോക്സിൽ അങ്ങനെ തോന്നുന്ന പെർലൈറ്റാണ്. എന്തുകൊണ്ടാണ് അത് ഉണ്ടാക്കുന്നതെന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ ഇത് യൂസ് ചെയ്യുന്നത് എന്തിനാണെന്നറിയോ? നമുക്ക് വെള്ളത്തിൻ്റെ നീർവാർച്ച അധികപ്പെടുത്താൻ വേണ്ടി. നീർവാർച്ച എന്ന് പറഞ്ഞാൽ വെള്ളം നമ്മൾ ഒഴിച്ച ഉടനെ പുറത്തേക്ക് പോകണമെങ്കിൽ ഈ മണ്ണുകളൊക്കെ തമ്മിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കാതിരിക്കണം. അപ്പോൾ ഈ ചരലുള്ള മണ്ണുകളും അങ്ങനെ നമുക്ക് ഹെൽപ്പ് ചെയ്യും. പിന്നെ അല്ലെങ്കിൽ നമ്മൾ മണലൊക്കെ യൂസ് ചെയ്യണം. അപ്പോൾ നമുക്ക് മണലില്ലാത്ത സമയത്ത്
നമുക്ക് ഈ പെർലൈറ്റ് യൂസ് ചെയ്ത് അതിൻ്റെ ഇടയിൽ കൂടെ വന്നിട്ട് ഈ മണ്ണ് ഒരിക്കലും ഇങ്ങനെ ഒട്ടിപ്പോവില്ല, വെള്ളം ഒഴിക്കുമ്പോൾ ഒട്ടിപ്പോവില്ല. അപ്പം വെള്ളം ആവശ്യമില്ലാത്ത കുറച്ച് മാത്രം വെള്ളം ആവശ്യമുള്ള ചെടികൾക്ക് നമുക്ക് ഏത് ചെടി നടുമ്പോൾ ഇതൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. നമുക്ക് അടിനിയൊക്കെ നടുന്ന സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വാങ്ങി വെച്ചേക്കുന്നതാണ് കേട്ടോ. ഇതൊരു പോട്ട് എടുത്തേക്കുന്നത് നമ്മൾ മുന്നിൽ ഇതിൽ തന്നെ എടുത്ത് വെച്ചായിരുന്നു. ഇത് കണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ ഇറക്കി ഇങ്ങനെ വെച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ഈ പോട്ട് തന്നെ നമുക്ക് ചെടി നടാൻ യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഹോളുണ്ട്, അപ്പോൾ നമുക്ക് ഡ്രെയിനേജ് വെള്ളം പുറത്തേക്ക് പോകാൻ വേണ്ടി ഈ ഹോളിൽ നമ്മൾ മണ്ണിട്ട് കഴിഞ്ഞാൽ മണ്ണൊക്കെ താഴേക്ക് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ മണ്ണ് താഴെ പോകാണ്ടിരിക്കാൻ ഇതിങ്ങനെ ചെറിയ ചെറിയ കല്ലുകൾ, ബേബി മെറ്റൽസ് അങ്ങനെയൊക്കെ വെച്ചിട്ട് നമ്മൾ ഈ ഹോള് ഇങ്ങനെ അടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ മണ്ണൊക്കെ താഴത്തേക്ക് പോവില്ലേ, അല്ലെങ്കിൽ മണ്ണ് പോയി അടഞ്ഞിരുന്നിട്ട് വെള്ളം പുറത്തേക്ക് പോവില്ല. നമുക്ക് ഇങ്ങനെ ഒരു കരണ്ടി എടുത്തിട്ട് ഇതിൽ മണ്ണ് ഫില്ല് ചെയ്യാം. ഇതിൽ ചകിരിച്ചോറും നമുക്ക് വേണമെങ്കിൽ കുറച്ച് ആഡ് ചെയ്യാം കേട്ടോ. അപ്പം ഞാനിപ്പോൾ നമ്മൾ ആ ചെടി നമ്മൾ വെച്ചേക്കുന്ന ചകിരിച്ചോറിലല്ലേ, അപ്പോൾ അത് വേര് പൊട്ടാതെ എടുത്ത് അങ്ങനെ വെക്കാമെന്നാണ്. അപ്പോൾ ചകിരിച്ചോറിൻ്റെ അംശം ഇതിൽ വരുമല്ലോ, അത് പറഞ്ഞിട്ടാണ് കേട്ടോ. ഇതൊന്ന് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ ചെടി നമുക്ക് ഇങ്ങനെ വെക്കണ്ടല്ലോ, ഈ പൂക്കളൊക്കെ എന്തായാലും കൊഴിഞ്ഞു പോയി, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ നമുക്ക് പ്രൂൺ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ ഇവിടെ തണ്ടിൽ ഈ ഇല സ്റ്റാർട്ട് ചെയ്യണ ഭാഗത്തുനിന്ന് അങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതിൽ അതേപോലെ പ്രൂൺ ചെയ്താലാണ് ഏതൊരു ചെടിയും നല്ല കരുത്തോടെ ഒത്തിരി ശിഖരങ്ങളോടെ പിന്നെ വളരുള്ളൂ. കണ്ടോ, ഇങ്ങനെയായി. അപ്പോൾ ഇതിൽ ഇവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു തണ്ടൊക്കെ ഇല്ലേ, അത് മാത്രം ഒന്ന് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് വേറെ നടാമെന്ന് പറഞ്ഞിട്ടാണ്. കണ്ടോ, ചെറിയ ഇതിൻ്റെ എല്ലാം നമ്മൾ മുന്നേ മുളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ട് എന്തായി എന്നറിയില്ല, അത് നമുക്ക് നോക്കാം. ഇതിവിടെ വെച്ചിട്ട് ഈ ചെടി കണ്ടോ ഇങ്ങനെ എടുക്കുക. ഇതിലിവർ കോക്കോപ്പീറ്റ് മാത്രം ഇട്ടിട്ടാണ് ഉണ്ടാക്കിയേക്കുന്നത് കണ്ടോ. അതുകൊണ്ട് ഇതിങ്ങനെ വേര് പൊട്ടാണ്ട് ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് ഈസിയായി എടുക്കാൻ പറ്റും. പക്ഷേ ഇതിൽ മാത്രം വെച്ച് കഴിഞ്ഞാൽ അത് അത്ര കരുത്ത് ഉണ്ടാവില്ല. നഴ്സറിക്കാർ അവർ നല്ല ഈസിയായിട്ട് വളരാൻ വേണ്ടി അങ്ങനെ വെക്കുന്നതെന്നുള്ളൂ. കണ്ടോ, ഇതിലവർ വളം ഇട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടോ, കാണുന്നുണ്ടോ. ഇത് ബാസാക്കോട്ട പറഞ്ഞിട്ടുള്ള വളമാണ് കേട്ടോ, ഗ്രീൻ കളറിലുള്ളത്. 6 മാസത്തിലൊരിക്കൽ മാത്രം നമ്മളപ്പോൾ വളം ചെയ്താൽ മതി. അങ്ങനത്തെ ഒരു വളമാണ്. നമുക്ക് ഒത്തിരി തിരക്കുള്ളവരുണ്ടാവില്ലേ, വർക്കിനൊക്കെ പോയിട്ട് എന്നും നമുക്ക് ഫെർട്ടിലൈസർ ചെയ്യാൻ പറ്റാത്തവർക്കൊക്കെ ഈ ബാസാക്കോട്ട ഏറ്റവും നല്ല വളമാണ് കേട്ടോ. കണ്ടോ, അപ്പോൾ നമ്മൾ ഇതിലത്തെ ഞാൻ എന്ത് ചെയ്തെന്നറിയോ, അതിൽ ഫുള്ള് കോക്കോപ്പീറ്റും കൊണ്ട് അവർ ക്ലോസ് ചെയ്ത് വെച്ചൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ തന്നെ കോക്കോപ്പീറ്റ് ഫുള്ള് നിന്ന് നമുക്ക് ജലാംശം കണ്ടോ, എപ്പോഴും ജലാംശം ഉണ്ടാവും നമ്മൾ നനച്ചാലും ഇല്ലെങ്കിൽ. അപ്പോൾ ഇതിന് നല്ലതല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മൾ നല്ല പോട്ടി മിക്സ് എടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ ഇതിന് ഞാൻ കുറച്ച് പോട്ടി മിക്സ് മാറ്റിയിട്ട് ഇതിങ്ങനെ വെച്ച് കൊടുക്കാമെന്നാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് നമുക്ക് പോട്ടി മിക്സ്, അപ്പോൾ അത് നന്നായിട്ട് വളരുന്നതാണ് നമ്മുടെ അനുമാനം. ഇത് ബാക്കി പോട്ടി മിക്സും കൂടെ റിപ്പോർട്ടൊക്കെ ചെയ്തിട്ടാ കണ്ടോ, നല്ല വൃത്തിക്ക് റിപ്പോർട്ടൊക്കെ ചെയ്തു. അപ്പോൾ നമ്മൾ ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. ഇത് മണ്ണൊക്കെ നമ്മൾ ഉണങ്ങിയിരിക്കുന്നതല്ലേ, നല്ല രീതിയിൽ നനച്ച് കൊടുക്കുക. ഇപ്പോൾ കണ്ടോ, നമ്മൾ വെള്ളം ഒഴിച്ചതും വെള്ളം മൊത്തം താഴത്തോട്ട് പോയില്ല. എങ്ങനെയാണ് മണ്ണിൻ്റെ പരിവം വേണ്ടത് നമുക്ക്. ഈ വെള്ളം അധികം ആവശ്യമില്ലാത്ത ചെടികൾ വെക്കുമ്പോൾ നമ്മളിങ്ങനെ വെള്ളം ഒഴിച്ചതും താഴത്തോട്ട് പോകണം. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ നമ്മളിത് ഇൻഡോറിലേക്ക് അല്ലേ സെറ്റ് ചെയ്യുന്നത്, അപ്പോൾ അതിന് ഇൻഡോറിൻ്റെ ആ പോട്ടിലേക്ക് നമ്മൾ ഇങ്ങനെ ഇറക്കി വയ്ക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, ഉപകാരപ്രദമായെങ്കിൽ കമൻ്റൊക്കെ ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. താങ്ക് യു.